ഹായ്, ഇന്ന് നമുക്ക് മമ്പയറും മത്തനും കറി ഉണ്ടാക്കാം കേട്ടോ. ആദ്യം മമ്പയർ വെള്ളത്തിലിടുക, പിന്നെ അതൊരു കുക്കറിലേക്ക് മാറ്റുക, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ഉപ്പിടുക, എന്നിട്ട് അടുപ്പത്ത് വെച്ച് നന്നായി വേവിക്കുക. പിന്നെ മത്തൻ തോല് പോക്കിയെടുക്കുക, ചെറിയ കഷ്ണാക്കി വേവിച്ച മമ്പയറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് വീണ്ടും അത് വേവിക്കാൻ വെക്കുക കേട്ടോ. മത്തന് വേവ് കുറവാൻ ശ്രദ്ധിക്കണേ. പിന്നെ തേങ്ങ, അതിൽ കുറച്ച് ജീരകം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ അരച്ചെടുക്കുക. എന്നിട്ട് വെന്ത കറിയിലേക്ക് നമ്മൾ ഈ തേങ്ങ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കി കഴിഞ്ഞ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ, തേങ്ങയും കൂടി വെന്ത് കഴിഞ്ഞാൽ വറവിടാം. ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് നന്നായിട്ട് പൊട്ടി, കറിവേപ്പില, പിന്നെ കൊത്തുമുളക് അല്ലെങ്കിൽ ചുവന്ന മുളക്, പിന്നെ ചെറിയുള്ളി, പിന്നെ നമ്മളവിടെ എടുത്തു വെച്ച കുറച്ച് തേങ്ങയും കൂടിയിട്ട് നന്നായിട്ട് വറവ് മൂപ്പിക്കുക കേട്ടോ. മൂപ്പിക്കുക എന്ന് വെച്ചാൽ ചുവത്ത് വരണം വറവ്, അതാണ് ഞങ്ങളുടെ നാട്ടിൽ മൂപ്പിക്കുക എന്നാണ് പറയുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂത്ത് വന്നാൽ നമ്മളെ ഈ കറിയിലേക്ക് നമുക്കത് വറവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറി. സൈഡായിട്ട് സദ്യയിൽ വിളമ്പാറുണ്ട്, പക്ഷേ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മെയിൻ കറിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് വെള്ളത്തോടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ കറിയായിട്ട് ഉപയോഗിക്കാം. കുറച്ച് കുറുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡ് കറിയായിട്ടും ഇത് ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒരു മധുരവും എരിവും ഒക്കെ ആയിട്ട്. മത്തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഹെൽത്തിയും കൂടിയാണ്, കാരണം മമ്പയറൊക്കെ നമ്മുടെ ശരീരത്തിലെത്തുമല്ലോ. അപ്പോൾ കറി റെഡി കേട്ടോ.